ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് ഞാനാ. ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് അതന്ന് ലിൻഡാസ് എന്ന് പറഞ്ഞൊരു ആഡ് ഏജൻസി ചെന്നിട്ട് അപ്പൊ എക്സിസ്റ്റിംഗ് മോഡൽസ് ഒക്കെ നോക്കിയിട്ടൊന്നും ഭരതേട്ടന് പോരാ. അപ്പൊ ഞാൻ ഈ റിജക്റ്റഡ് ആൽബം വെച്ചിരിക്കുന്ന റൂമിനകത്തോട്ട് കയറി. അപ്പൊ അതായത് അവര് റിജക്ട് ചെയ്ത ആൾക്കാർ, ഈ മോഡലിംഗ് കമ്പനി റിജക്ട് ചെയ്ത ആൾക്കാരിൽ നിന്നാണ് സിനിമയ്ക്ക് പറ്റിയ ഒരാളെ നായകനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് കയറി പൊട്ടിപ്പിടിച്ച കുറെ ആൽബങ്ങള്, അതിനകത്ത് 2 ദിവസം ഇരുന്നിട്ട് 5 പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിലൊരാളാണ് ഋഷി സഞ്ജയ് മിത്രയും സുപർണയോ. സുപർണ വേറെ കാസ്റ്റിംഗ് ഏജന്റ് വഴി വന്നതാണ്. എനിവേ അല്ലേ, എന്തായാലും മോഡലിംഗ് കമ്പനി റിജക്ട് ചെയ്ത പേഴ്സണാണ് സഞ്ജയ് മിത്ര എന്ന് പറഞ്ഞ വൈശാലി സിനിമ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോഴത്തെ 2K കിഡ്സിന് അറിയത്തില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് സിനിമ കാണാൻ അപ്പോൾ മനസ്സിലാവും. 90s കിഡ്സിന് എന്തായാലും അറിയാം, ഫേവറേറ്റ് മൂവീസ് ആയിരിക്കും വൈശാലി എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ആ മൂവിയിൽ സഞ്ജയ് മിത്ര എന്ന് പറഞ്ഞാൽ അതിലെ നായകനെ സെലക്ട് ചെയ്തത് അത് മോഡലിംഗ് കമ്പനി റിജക്ട് ചെയ്തൊരു പേഴ്സണെയാണ് ബാബു ആൻ്റണി ചേട്ടൻ ചെന്ന് സെലക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്, ഒരു വലിയൊരു ഇൻസ്പിറേഷൻ മോട്ടിവേഷനാണ്. അപ്പോൾ ആരും തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഇൻസ്പിറേഷൻ എടുക്കാനുള്ളൊരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ ഫസ്റ്റ് വന്നിട്ടൊന്നും കാര്യമില്ല. തോറ്റുപോയി ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് മാറി നിൽക്കുന്ന സമയത്തായിരിക്കും അവന് ഭാഗ്യം തേടി വരുന്നത്, അല്ലെങ്കിൽ ദൈവം അവനൊരു ബ്ലെസ്സിങ് കൊടുക്കുന്നത്. അതാണ് ശരിക്കും ഇതൊരു സിനിമയാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തത്. പുള്ളി പിന്നെ ഫേമസ് ആയി അവരൊന്നോ 2 സിനിമകളുള്ളൂ അഭിനയിച്ചിട്ടുള്ളൂ. വലിയ സംഭവങ്ങളൊന്നും പുള്ളിയുടെ കരിയറിൽ വന്നില്ലെങ്കിലും ആ ഒരൊറ്റ സിനിമ മതി എന്ന് ഓർക്കാൻ സഞ്ജയ് മിത്രയെ, അല്ലേ. എനിവേ ഈ വൈശാലി സിനിമ ഒന്നും മറന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ലായിരിക്കും, അവരിലേക്ക് പാസ് ചെയ്യുക. അതുപോലെ തന്നെ ബാബു ആൻ്റണി ചേട്ടനെ ഈ സിനിമയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഭരതൻ സാർ പറഞ്ഞ ആ ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു. ഇദ്ദേഹത്തിന് 22 വയസ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ പറ്റുള്ളൂ, ചിലമ്പൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നരേന്ദ്രപ്രസാദിൻ്റെ സൗണ്ടാണ് ബാബു ചേട്ടന് കൊടുത്തത്. ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. അതുപോലെ തന്നെ 2K കിഡ്സിനോട് മസ്റ്റായിട്ട് ഈ സിനിമ നിങ്ങൾ നെറ്റിൽ അവിടെ നിന്ന് വെച്ച് ഷെയർ ചെയ്തിട്ട്, ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ വരുന്നതാണ്, നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക, എങ്ങനെയാണ് വൈശാലി സിനിമയൊക്കെ. ഇപ്പോഴത്തെ ഒരു സിനിമയും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ടെക്നോളജിയും പരിപാടികളും ഒരുപാട് ഗ്രാഫിക്സിൻ്റെ പരിപാടിയൊന്നും ഇല്ലാതാണ് എന്ന് ഭരതേട്ടൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, ഒന്ന് കണ്ടു നോക്കണം. ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ല സിനിമ ചെയ്തതും. എനിവേ വൈശാലി സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക. ആൻഡ് ബാബു ആൻ്റണി ചേട്ടൻ നമ്മുടെ സ്വന്തം ആൻ്റണി ചേട്ടനാണ്, അവർ രക്ഷയില്ല. എത്ര കാലഘട്ടം കഴിഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ നമ്മുടെ ഹീറോ തന്നെ. ആ സമയത്ത് ഒരു തരംഗം തന്നെയായിരുന്നു ആൻ്റണി ചേട്ടൻ, അല്ലേ. എനിവേ ഷെയർ ദിസ് വീഡിയോ ഇഷ്ടമല്ല എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അതൊരു നല്ല ഇൻഫർമേഷൻ എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് ആൾക്കാർക്ക് അത് അറിയില്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ.